മറുനാടും കേളി കേട്ടു KMCC. ജീവിത സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ 7ാം ബഹറും കടന്ന് അറേബ്യൻ മണലാരുണ്യത്തിൽ എത്തിപ്പെട്ടവർ. അശ്രണർക്കാശ്രയമായി, സഹജീവികൾക്ക് സാന്ത്വനമായി, കാരുണ്യത്തിന്റെ കൈനീട്ടമായി ലോകം മുഴുവൻ പ്രശസ്തി നേടിയ KMCC. അതെ, ജിദ്ദ വയനാട് ജില്ലാ KMCC കുടുംബസംഗമം ഹരിതാരവം 2K25 ജനുവരി 10-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടെ അയ്യ സാമിർ വില്ലയിൽ വെച്ച് പ്രൗഢമായി അരങ്ങേറുമ്പോൾ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ. നിരതീർത്തെന്നും വിളി കേൾക്കാനായി കനിവേകുന്നവരെ പ്രയത്നം മണലാരണ്യത്തുരുകും തീരം എഴുതി ചേർത്തൊരു നാമം. 3 പതിറ്റാണ്ടിലേറെയായി ജന്മനാടിനെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് മാമലകൾക്കപ്പുറത്ത് ജീവിത സ്വപ്നം തേടിയെത്തിയവർക്ക് സ്വപ്ന വഴികളൊരുക്കിയ ജിദ്ദ വയനാട് ജില്ലാ KMCC കുടുംബസംഗമം ഹരിതാരവം 2K25 ജനുവരി 10-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടെ അയ്യ സാമിർ വില്ലയിൽ വെച്ച് പ്രൗഢമാകുമ്പോൾ മുസ്ലിം ലീഗ് വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി T മുഹമ്മദ് സാഹിബ്, മാനന്തവാടി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KC അസീസ് കോറോം, KMCC സൗദി നാഷണൽ കമ്മിറ്റി, ജിദ്ദ സെൻട്രൽ കമ്മിറ്റി നേതാക്കളും പങ്കെടുക്കുകയാണ്. നിരവധി വേദികളിൽ ആസ്വാദകരുടെ മനം കവർന്ന പ്രമുഖ ഗായകർ അണിയിച്ചൊരുക്കുന്ന കലാവിരുന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും കലാകായിക മത്സരങ്ങൾ, പൊതുസമ്മേളനം, സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ്, 1-ാം സമ്മാനം ആക്സസ് സ്കൂട്ടർ, 2-ാം സമ്മാനം ഗോൾഡ് കോയിൻ, 3-ാം സമ്മാനം മിക്സർ തുടങ്ങി ആകർഷകമായ നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ജിദ്ദ വയനാട് ജില്ലാ KMCC കുടുംബസംഗമം ഹരിതാരവം 2K25 ജനുവരി 10-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടെ അയ്യ സാമിർ വില്ലയിലേക്ക്. KMCC മുന്നിൽ വന്നിത ചാരി പകലും നിരവില്ലാതെ നേട്ടം കണ്ടവരേറെ. KMCC മുന്നിൽ വന്നിത ചാരി പകലും നിരവില്ലാതെ നേട്ടം കണ്ടവരേറെ. കാതങ്ങളായിരം താണ്ടി 7 കടലും കടന്ന് പ്രവാസത്തിന്റെ മണൽപ്പരപ്പിൽ കാരുണ്യത്തിന്റെ മറുപ്പച്ച തീർത്ത് പിന്നിട്ട വഴികളിൽ വിജയഘോഷത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഉജ്ജ്വല പടവുകൾ താണ്ടിയ KMCC. അതെ, ജിദ്ദ വയനാട് ജില്ലാ KMCC കുടുംബസംഗമം ഹരിതാരവം 2K25 ജനുവരി 10-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടെ അയ്യ സാമിർ വില്ലയിൽ വെച്ച് പ്രൗഢമാകുമ്പോൾ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ.